ഇതിന് ഉത്തരവാദി ഇപ്പോഴത്തെ പവർ കട്ടിന് ഉത്തരവാദി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ്. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങള്? കൊടിക്കുന്നിൽ സുരേഷ് എം പിയാ, ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ്. പവർ കട്ടിന് കാരണമായത് കഴിഞ്ഞ സർക്കാരാണ്. LDF സർക്കാർ പറഞ്ഞു, പിണറായി പറഞ്ഞിട്ടായിരുന്നു മഴ ഇനി കേരളത്തിൽ പെയ്യരുതെന്ന്. അത് കാരണം കൊണ്ടാണ് ഈ പവർ കട്ട് ഉണ്ടാകാനും കാരണമെന്നാണ് ഇപ്പൊ വന്ന് പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്താ ഇവരുടെയൊക്കെ ബുദ്ധി? കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. ഈ 3 മാസക്കാലം നമുക്ക് ലഭിക്കേണ്ട മഴ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് പവർ കട്ട് ഉത്തരവാദി കഴിഞ്ഞ സർക്കാരാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നന്നായി മഴ ലഭിച്ചിട്ടുണ്ട്. ഇപ്പാണ് കോൺഗ്രസ് വന്ന കാരണം നമുക്ക് മഴകൾ തീരെ ലഭിച്ചിട്ടില്ല. അതിന് കാരണം LDF തന്നെയാണ്. LDF പറഞ്ഞിട്ട് കാണാം മഴയോട്, മഴ ഇനി പെയ്യരുത് കേരളത്തിൽ, ഞങ്ങൾ 10 വർഷം ഭരിച്ച് ഭരണം കഴിഞ്ഞു, ഇനി ഭരിക്കാൻ പോകുന്ന കോൺഗ്രസ് ആണ്, മഴ പെയ്യരുതെന്ന്. എന്ത് വിഡ്ഢിത്തരങ്ങളാണ് ഇവന്മാരൊക്കെ വന്ന് പറയുന്നത്? ഒരു MP ഇത്രയും വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജനങ്ങളോട് പറയുന്നതിന് ഒരു മര്യാദയില്ലേ? ഈ ഗവൺമെന്റ് വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ പിടിപ്പുകേടും അവരുടെ അനാസ്ഥയും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായിട്ടാണ് ഈ പവർ കട്ട് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അത്ര മഴ പെയ്യാത്തത്. കഴിഞ്ഞ 10 വർഷം LDF ഭരിച്ചപ്പോഴും ഇതുപോലെ പല സമയത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. മഴ ഇല്ലാണ്ടിരുന്നുണ്ട്, പല പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഒരു പവർ കട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ദിവസത്തിൽ ഒരു നിമിഷം പോലും പവർ കട്ട് ഇല്ലാത്ത 10 വർഷമാണ് കേരളത്തിലായത്. അതെന്തുകൊണ്ടാണ്? പല ഭാഗങ്ങളൊന്നും പൈസ കൊടുത്ത് കറണ്ട് മേടിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് പൈസ കൊടുത്ത് കറണ്ട് വാങ്ങിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിയാണ്. ജനങ്ങൾ വെറുതെ ഓശാരത്തിലൊന്നുമല്ലല്ലോ, പൈസ നല്ലപോലെ തന്നിട്ട് തന്നെയല്ലേ കറണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എന്താ? ജനങ്ങൾക്ക് കറണ്ടാണ് ആവശ്യം, അതിനുള്ള പൈസ തരികയും ചെയ്യും. ഈ 10 വർഷം ഒരു പവർ കട്ടും ഇല്ലാതെ അതിന് കഴിവില്ലെങ്കിൽ അത് കഴിവില്ല എന്ന് പറയുന്നു. അല്ലാതെ മഴ പെയ്യാത്തത് കാരണം കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം LDF ഭരിച്ച കാരണം കൊണ്ട് LDF പറഞ്ഞിട്ട് പോയി മഴ പെയ്യരുതെന്ന്. അതുകൊണ്ടാണ് ഇപ്പൊ മഴ പെയ്യാത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ബുദ്ധിശൂന്യമായ ആളുകളാണോ നിങ്ങളൊക്കെ? പക്ഷേ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സാധാരണ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടുന്ന മഴ ഇതുവരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് പറഞ്ഞാൽ ആ പാർട്ടി അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വേണം. അതായത് LDF ഭരിച്ചിരുന്ന 10 വർഷത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകാരിയുടെ കഴിവ് തന്നെയാണ്. അതുപോലെ കഴിവുകൾ വേണം. അതായത് മഴയില്ലെങ്കിലും അത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാം, എങ്ങനെ ആ കറണ്ട് ഉത്പാദിപ്പിക്കാം, എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ 10 വർഷം ഭരണം നടത്തിയ മറ്റ് സർക്കാരിനെ കുറ്റം പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണം. ജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. അവരെ മുന്നിൽ ആളുകളെ പൊട്ടന്മാരാക്കി, ജനങ്ങളെ പൊട്ടന്മാരാക്കി, നിങ്ങൾ വലിയ രാജാക്കന്മാരായി എന്ന് നിങ്ങൾ രാജാക്കന്മാരായി വിലസാമെന്നൊന്നും വിചാരിക്കണ്ട. ജനങ്ങൾക്കൊക്കെ അറിയാം, ജനങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്. നിങ്ങൾ ആ പേരും പറഞ്ഞ് ഇന്ദിരാ കട്ട്, രാജീവ് കട്ട്, നെഹ്റു കട്ട്, ബൂക്കി കട്ട്, അങ്ങനെ കട്ടുകൾ സൃഷ്ടിച്ചും കണ്ട് ഇപ്പോൾ LDFന്റെ ഭരണകാലത്താണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർ തന്നെ കെട്ടിവെക്കുക. ആദ്യം മുമ്പ് ഭരിച്ചവരിനെ കുറ്റം പറയാതെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചെയ്യാനുള്ള ബുദ്ധി ആദ്യം വേണം. അങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊന്നും ജനങ്ങൾക്ക് വിളമ്പണ്ട.